കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനം 7-ാമത്തെ അധ്യായം അല്പമായി ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിൻ്റെ പ്രാരംഭമാകുന്ന വേദഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. ലാസ്റ്റ് വീക്ക് we looked at chapter 7 of Romans, epistle of Romans, and we see one word repeated time and again in chapter 7 is the law. The word law is there in chapter 7, at least I think almost some 30 times or some 20 times the word law is there. Yeah, to be precise, 31 times. 31 times the word law is there. And the main theme of the chapter is the place of God's law in the life of a believer, the life of a disciple, or a life of a Christian. ഒരു ദൈവ പൈതലിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ന്യായപ്രമാണത്തിൻ്റെ സ്ഥാനമെന്താണ്? ന്യായപ്രമാണം എങ്ങനെയാണ് നമ്മെ വിശുദ്ധീകരണത്തിനായി സഹായിക്കുന്നത്? ഓർ ഹൗ ഡസ് ദ ലോ ഓഫ് ഗോഡ് in a way helps us in sanctification? Of course, we know for sure the law cannot sanctify us. That is very clear. The law is unable to sanctify us. Although God's law is holy, God's law is good, God's law is righteous, God's law is spiritual, there are many adjectives used in regard to the law of God. It is good. It is good because it is given by a good God. It is righteous because God only gives righteous decrees. Righteous. And God's law is holy because it's not like human law. It is absolutely different. It is holy. And God's law is spiritual according to Paul, chapter 7, verse 14. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. In other words, the law has to do with our spirit. It has to do with our spirit. Of course, when the law was given to the people of Israel, we can categorize the law in 3 categories. One is civil law. Civil law has to do with the nation Israel, how the king should rule, how the people should behave. All other civil laws are included in the category of civil laws. And then comes the category of ceremonial laws. Ceremonial laws have to do with all the sacrifices, the worship, and all those things which has to do with the religious side of the people of Israel. That is ceremonial law. And then comes the moral law. For example,
the 10 commandments in particular fall in this category, the moral law. And we know the moral law is bound. Everybody, whether he is in the Old Testament times or in the New Testament times, every person is bound by the moral laws of God. And the example of moral law, as I said, is the 10 commandments. 10 commandments. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അല്ലെ നിയമം എന്നുള്ളതാകുന്ന പദം റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ 31 പ്രാവശ്യം നമ്മൾ വായിക്കുന്നു. ആ വേദഭാഗം 7-ാമത്തെ അധ്യായം നമ്മൾ തുടർന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ എന്താണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്, ആ ഒരു കാര്യമാണ് പൗലോസ് തുടർന്ന് പറയുന്നത്. 7-ാം അധ്യായത്തിൽ 7-ാം അധ്യായം ലോ, ന്യായപ്രമാണം എന്നുള്ള പദം 7-ാം അധ്യായത്തിൽ 31 പ്രാവശ്യം നമ്മൾ വായിക്കുന്നു. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 പ്രാവശ്യമേ വായിക്കുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ കോൺട്രാസ്റ്റ് നമ്മൾ ചിന്തിച്ചാൽ 7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ 1 പ്രാവശ്യമേ പറയുന്നുള്ളൂ. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 17, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ കുറഞ്ഞത് 17 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതാണ് 7ഉം 8ഉം അധ്യായങ്ങൾ തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ്. അപ്പോൾ യഹൂദൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 3 കാറ്റഗറിയിലാണ് ന്യായപ്രമാണം നിലനിൽക്കുക. ഒന്ന് സിവിൽ ലോസ് എന്ന് പറഞ്ഞാൽ ആ രാജ്യവും അവരുടെ ആ പൊളിറ്റിക്കൽ ഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാജാവ്, അവിടുത്തെ വാഴ്ച, അവിടുത്തെ വിവിധ നിയമങ്ങൾ, ഇന്ന കുറ്റം ചെയ്ത ആളിനെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ, ആ സിവിൽ ലോസ്, അവരുടെ സാമൂഹികമാകുന്ന ജീവിതത്തിന് വേണ്ടി ദൈവം കൊടുത്ത ലോസാണ് സിവിൽ ലോസ്. എന്നാൽ മറ്റൊന്ന് സെറിമോണിയൽ ലോസ് ഉണ്ട്. സെറിമോണിയൽ ലോസ് എന്ന് പറഞ്ഞാൽ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടി കൊടുത്തതാണ് സെറിമോണിയൽ ലോസ്. എങ്ങനെയാണ് പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യാഗം കഴിക്കേണ്ടത്, എങ്ങനെയാണ് അവർ യഹോവയെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കൽപ്പനകൾ, അതാണ് സെറിമോണിയൽ ലോസ് എന്ന് പറയുന്നത്. എന്നാൽ 3-ാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, മോറൽ ലോസ്. മോറൽ ലോസ് എന്ന് പറഞ്ഞാൽ ധാർമ്മികമാകുന്ന നിയമങ്ങൾ. ആ ധാർമ്മിക നിയമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 10 കൽപ്പനകൾ. 10 കൽപ്പനകൾ അത് ധാർമ്മിക നിയമമാണ്. ആ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ 2 ടൈപ്പുള്ള നൂലുപയോഗിച്ചുള്ള വസ്ത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, ധരിക്കരുതെന്ന് പറയുന്നു. 2 ടൈപ്പിലുള്ള എന്താ പറയുന്നത്, ഞാൻ 2 ടൈപ്പിലുള്ള വസ്ത്രം ചേർത്ത് വെച്ചത് ധരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അത് നമുക്കെന്തല്ല, ബാധകമല്ല. അതുപോലെ ഫോർ എക്സാമ്പിൾ, ഈ പഴയ നിയമത്തിൽ അവർക്ക് ഈ പന്നിയുടെ മാംസം നിഷിദ്ധമായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിഷിദ്ധമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതൊന്നും ബാധകമല്ല. ഓക്കെ, ആ സെറിമോണിയൽ ലോസ്. എന്നാൽ ബാധകമാകുന്നതെന്താ? ബാധകമാകുന്ന നിയമം ഏതാ? മോറൽ ലോസാ ബാധകമാകുന്നത്.
ഉദാഹരണത്തിന്, സോ moral laws are applicable for all of us. Okay? For example, if you will please look at chapter 7 and verse 7. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. ഇവിടെയാണ് പ്രശ്നം. As far as sanctification is concerned, God's moral law is as high as heaven itself. The standard is so high. And Paul the apostle says, Paul being a very honest Christian, of course, he is a mature Christian than any of us. No doubt about that. Even then, he confesses the battle within. He is so honest to confess the struggle within himself. Okay? So, every honest Christian will agree with Paul that there is a struggle within. Okay? So, there is a struggle. I use that word very carefully because struggle is one thing and giving in to that struggle is quite another thing. Okay? Struggle is there. നമ്മളിപ്പോൾ പാടിയ ആ പാട്ട് പതറുകയില്ല ഞാൻ, പതറുകയില്ല, കഷ്ടത അനവധി വന്നിടിലും, വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനം അനവധി വന്നിടിലും. അപ്പോൾ പ്രലോഭനം വരുന്നതല്ല പ്രശ്നം. സോ ദ സ്ട്രഗിൾ ഈസ് ദർ. പക്ഷേ വീഴുന്നതാണ് പ്രശ്നം. ഓക്കെ? അതിൻ്റെ കാരണം എന്താ? ഞാൻ വീഴുകയില്ലെന്ന് പറയാൻ ഇത് മനോഹരമാകുന്ന വളരെ കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നു ആ പാട്ടിൻ്റെ വരികൾ. അതിൻ്റെ കാരണം പറയുക, എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും. ദാറ്റ് ഈസ് ദ സീക്രട്ട്. You understand? So Paul says, for justification you are not under law. In chapter 6 and verse 14. 6 and verse, yeah, right. 6 and verse 14. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നോക്കുക, you are under grace, not under law. Because why? The sin will have no dominion over you, because you were dead unto sin once for all in Christ. ക്രിസ്തുവിൽ നമ്മൾ പാപസംബന്ധമായി എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചിരിക്കുന്നു. പാപത്തിൻ്റെ ഹോൾഡ്, പാപത്തിൻ്റെ ആ എന്താ പറയുന്നത്, ആ യോക്ക് എന്നിൽ നിന്നും കർത്താവ് എന്ത് ചെയ്തു? മാറ്റി. കൃപയുടെ അധീനതയിൽ എന്നെ കൊണ്ടുവന്നു. ഫോർ ജസ്റ്റിഫിക്കേഷൻ. ആൻഡ് ഓൾസോ ഇൻ ഗലേഷ്യൻ ചാപ്റ്റർ 5:18 ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഓക്കെ? സോ
here Paul is speaking about sanctification. So നീതീകരണത്തിന് നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, ന്യായപ്രമാണത്തിന് നമ്മളെ നീതീകരിക്കാൻ പറ്റുകയില്ല. വിശുദ്ധീകരണത്തിനും എന്ത് പറ്റുകയില്ല? ന്യായപ്രമാണത്തിനിത് ചെയ്യാൻ പറ്റുകയില്ല. കാരണം പോൾ പറയുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴുള്ളവരല്ല. ഇനി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയുക, നിങ്ങൾ ശ്രദ്ധിക്കണം. എവിടെയാണ് നമുക്ക് പരാജയം പറ്റിയത്? ഇത് ഒരുപക്ഷെ ഞാനിതൊരു കോൺട്രാവേഴ്സിയായിട്ട് ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ ദൈവവചനപ്രകാരം ഞാൻ സത്യം പറയുക, ഗലാത്യ സഭയുടെ ചരിത്രം നമ്മൾ വായിച്ചാൽ, ഗലാത്യ സഭയില്ല, ഗലാത്യ സഭക്കാരോടാണ് പറയുന്നത്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരാണ്. ഇവരുടെ പ്രശ്നം എന്നായിരുന്നു എന്നറിയാം? ഇവർ തുടങ്ങിയത് ആത്മാവിലാണ്. They began in spirit. The problem with the church at Galatia was that they began in the spirit. And later on, when those people who came from Jerusalem, who were ആരുടെ പാനലാണെന്ന് എനിക്കറിയത്തില്ല, ആരാണ്ടൊരു ഒരു പാനലിലുള്ള കുറേ പേര് വന്നു. മനസ്സിലായി? പത്രോസിൻ്റെ പാനലിൽ നിന്ന്, പത്രോസിൻ്റെ പാനലാൾക്കാരാണെന്ന് പറഞ്ഞ് വ്യാജേന വന്നവരാ. ശരിക്കും പത്രോസിൻ്റെ ആൾക്കാരൊന്നും അല്ലായിരുന്നു അവർ. പാനലാണല്ലോ, പാനൽ. അപ്പം കുമ്മനാട്ടൂന്ന് പാനലുകാർ വന്നപ്പം അവർ പറഞ്ഞു, മീശ വടിക്കണം, വെള്ള ഇടണം. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? അപ്പം സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിച്ച് കേട്ടോണം, ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടോണം, അല്ലേ എന്നെ തെറ്റിദ്ധരിക്കും. ഞാൻ പിന്നെ പറഞ്ഞു മീശ വെച്ചോ വെള്ള ഇടണ്ട എന്ന് പറഞ്ഞെന്നൊക്കെ ആൾക്കാർ പറയും. അതുകൊണ്ട് മുഴുവൻ കേട്ടോണം. ഉപദേശം എങ്ങോട്ടായെന്നറിയാമോ? ഉപദേശം ലീഗലിസത്തിലോട്ട് പോയി. ഓക്കെ, ജസ്റ്റിഫിക്കേഷന് വരെയൊക്കെ ഏകദേശം ഒക്കെ ശരിയാ, ഏകദേശം ശരിയാ. പക്ഷെ ഭയങ്കര പ്രശ്നമുണ്ട് ഇവിടെ. അങ്ങനെ അടുത്ത സമയത്ത് ഞാൻ കേട്ടു, നാട്ടിൽ നിന്ന് വന്ന ഒരു ഉപദേശി ഒരു യോഗത്തിൽ വല്ല ജാതിയും അവിശ്വാസി സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് യോഗത്തിന് വന്ന്, ഇയാൾ തുടങ്ങിയത് ആഭരണമിട്ട നീ നരകത്തിൽ പോവും, മുഴുവൻ ആഭരണം. എന്നോട് പറഞ്ഞ പ്രിയപ്പെട്ടവർ പറഞ്ഞ്, അവരോട് ഇരിപ്പുണ്ട്, പറഞ്ഞ് ഇനി ആയുസിൽ അവർ നമ്മളുടെ ഒരു മീറ്റിങ്ങിന് വരികയില്ല. എന്തുവാ വിശുദ്ധീകരണമെന്ന് പറഞ്ഞാൽ? ആഭരണം തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ ആഭരണം ഇട്ടോളാൻ പറഞ്ഞെന്നൊന്നും നാളെ എഴുതരുതല്ലേ, പറയല്ലേ പ്ലീസ്. അതല്ല ഞാൻ പറഞ്ഞത്. സി, ലീഗലിസം, നിയമവാദം. നിയമവാദം ഗലാത്യ സഭയെ എവിടെ കൊണ്ട് എന്നെത്തിച്ചെന്നറിയാമോ? ഞാൻ കാണിച്ചു തരാം. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പനിങ് നൗ എ ഡേയ്സ്. നിയമവാദം, അതായത് വിശുദ്ധീകരണമെന്നുള്ളത്, ഇറ്റ് ഹാസ് ടു ഡു വിത്ത് മൈ ഇൻറ്റേർണൽ സ്ട്രഗിൾ എന്നുള്ള പരിശുദ്ധമായ ദൈവവചനത്തെ വിട്ടേച്ച് ലീഗലിസത്തിലേക്ക് പോയപ്പോൾ എവിടെ ചെന്നെത്തിയെന്ന് ഞാൻ കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഗലാത്യ സഭ ലീഗലിസത്തിലോട്ട് പോയി. അതായത് when the problem with the Galatian Christians was this: they began in the spirit. They said Jesus is enough for my salvation, but they said, let Moses complete what Jesus began. That was the problem. Let Moses complete what Jesus began. അതുകൊണ്ടാണ് അവരെന്തോ പറഞ്ഞു, രക്ഷ കംപ്ലീറ്റ് ആകണമെങ്കിൽ
യേശുവെ വിശ്വസിക്കണം നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ, അത് ശരിയാ. പക്ഷെ രക്ഷ കംപ്ലീറ്റ് ആകണമെങ്കിൽ ആദ്യം നീ പരിച്ഛേദനയേറ്റ് യഹൂദനായിട്ട് യേശുവിൽ വിശ്വസിക്കണം. ഓക്കെ, ഗലാത്യലേഖനം വായിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും നിങ്ങൾക്ക്. അപ്പോൾ ലീഗലിസത്തിലേക്ക് പോയി. സോ when these people who came, and in fact they were imposters. Paul makes it very clear in the book of Galatians. They came in the name of the apostles. They pretended to be sent by the apostles who were in Jerusalem, and they came and they taught the Galatian Christians, let Moses complete what Jesus began. And they added to Jesus Moses. They added Moses alongside Jesus. You have to undergo certain ceremonial things until and unless you have that signs in your body, you cannot be saved. So they were slowly drifting to legalism. അങ്ങനെ ലീഗലിസത്തിലോട്ട് പോയ ഈ ഗലാത്യ ക്രിസ്ത്യാനികൾ എവിടെയാ തോറ്റെന്നറിയാമോ? Chapter 5 verse 25 and 26. Galatians chapter 5 and 25 and 26. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിനെ വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികളാകരുത്. എന്താ അവിടെ സംഭവിച്ചത്? ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിനെ വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികളാകരുത്. അയ്യോ, ഇവിടെ കുറഞ്ഞ പക്ഷം ഇതിൻ്റെ മുകളിൽ പോൾ പറയുന്നുണ്ട്, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്യുന്നു. എവിടെത്തി? When you teach legalism in the church, this is what is going to happen. മനസ്സിലായോ? അത് ലീഗലിസം എവിടെയൊക്കെ പഠിപ്പിക്കുന്നോ അവിടെയെല്ലാം സാങ്ക്ടിഫിക്കേഷൻ നടക്കുകയില്ല. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിംപിളി പറഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന. മനസ്സിലാകുന്നുണ്ടോ? സോ sanctification is being conformed to Christ. That is sanctification. Okay? Conformed to Christ. How can you be conformed to Christ? Not externally, in my dressings. If I were to be conformed to Christ in my dressing, I will have to put on a long robe, to be sure, because that was the dressing of that day. No, it is not external conformation to Christ. Internally, I am being conformed to Christ. If true doctrine of sanctification was taught in our churches, then people wouldn't be doing as they are doing now. അതായത് യഥാർത്ഥത്തിലുള്ള വിശുദ്ധീകരണത്തിൻ്റെ ഉപദേശം പഠിപ്പിച്ചിരുന്നെങ്കിൽ അന്യോന്യം പോരിന് വിളിയും കേസ് കൊടുപ്പും അടിയും പിടിയും ബഹളവും ഉണ്ടാകയില്ലായിരുന്നു. ഞാൻ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുമ്പം എൻ്റെ സഹോദരനെ എനിക്ക് എന്നെക്കാളും ശ്രേഷ്ഠനെന്നെണ്ണാൻ എനിക്ക് പ്രയാസം ഉണ്ടാകുമോ? പ്രയാസം ഉണ്ടാകുകയില്ല.
എനിക്ക് കസേര വേണമെന്ന് വാഞ്ചയുണ്ടാകുമോ? ഉണ്ടാകുകയില്ല. എനിക്ക് ഈ ലോകത്തിലെ ധനവാനാകണമെന്ന് താല്പര്യം ഉണ്ടാകുമോ? ഉണ്ടാകുകയില്ല. See, if I am being conformed to Christ, I don't have that ambition to be the greatest rich man. I'll be thankful to God and I'll be content in my situations of life which God allows. See, being conformed to Christ, that is sanctification. Law cannot make me holy. That is the thing Paul is addressing here. ന്യായപ്രമാണത്തിന് എന്നെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല? വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. അതാണ് പോൾ ഇവിടെ പറയുന്നത്. So, if you are a true believer, according to chapter 7 of Romans, you know something about the inner battle between the desire to obey God and the pull of remaining sin. Okay? There is the desire in your heart because you are born again. വീണ്ടും ജനിച്ചതുകൊണ്ട് I have a desire to obey God. But at the same time, although I am dead to sin, the dominion is broken by Christ on the cross. The remaining sin is there within me. The indwelling sin. Indwelling sin. അപ്പം പാപത്തിൻ്റെ ഒരു sin no more reigns over me, okay, but sin remains in me. And that is why sanctification is progressive. It continues. The great Christian, the mature Christian, Apostle Paul, says in chapter 7, if there is a struggle, if there is a true struggle in us, that is not a sign that we are unsaved. It is a sign that we truly belong to Christ. Okay? If you have a struggle within you, that I want to do this thing, I want to obey my Lord, I want to love Him, I want to serve Him, but many a times I fail. Lord, what is this? Struggle is there. That shows there is a life in you. മനസ്സിലാകുന്നുണ്ടോ? ഈ കാര്യമാണ് പൗലോസ് അഡ്രസ് ചെയ്യുന്നത് ഇവിടെ. That is what Paul is writing here. If you will follow along in chapter 7 and verse 14, 7:14 നമ്മളിങ്ങനെ വായിക്കുന്നു, ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. Look at the graphic language Paul uses there. He is being utterly honest. He is being completely realistic about the Christian life. And when Paul gives the most profound, realistic picture of Christian life, he wants us to be encouraged that you know for sure you cannot be sanctified by the law. Law can tell you that this is where you have gone wrong. You have displeased God.
You wanted to do the right thing, but you couldn't do it. The law condemns me. The law reveals my sin before my eyes. But Paul says, if you will come to verse 24. Verse 24. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? Ayyo, the wretched man that I am, who will deliver me from this body of death? This is a beautiful, not beautiful, but a graphic picture of a kind of punishment that was given to some of the murderers in some culture. For example, if somebody kills someone, sometimes the judge will rule, let him be bound with that dead body. Okay? പഴയ കൾച്ചറിൽ ഉണ്ടായിരുന്നതാകുന്ന ഒരു പ്രത്യേക രീതി, ഒരു പണിഷ്മെൻ്റായത്. അതപ്പോൾ ഇവിടെ പറയുന്ന സത്യത്തിൽ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അതായത് ചില കൾച്ചറിൽ നിലവിലുണ്ടായിരുന്ന ഒരു രീതിയാണ്, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടയാളിൻ്റെ ശവശരീരം ജഡ്ജ് ചിലപ്പോൾ റൂൾ ചെയ്യും, ആ ശവശരീരം ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് വെച്ച് കെട്ടാൻ പറയും. എന്നോ സംഭവിക്കുന്നതെന്നറിയാമോ? ആ ശവശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യൻ ചില ദിവസങ്ങൾക്കുള്ളിൽ മരിക്കും. അങ്ങനെ ഒരു പണിഷ്മെൻ്റ് രീതി ആ കാലത്തുണ്ടായിരുന്നു. പോൾ എക്സാക്ട്ലി ഇതാ പറയുന്നത്. പക്ഷെങ്കിൽ അടുത്ത വാക്യം, റീഡ് വേഴ്സ്, the next verse. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Okay, so we know for sure we are freed from condemnation, but we are not instantly freed from the presence of sin. We have been delivered from the power of sin, but we are not delivered at once from the presence of sin. We are still in the presence of sin. There is that indwelling sin within every Christian. And Paul himself says, I do what I don't want to do. And I hate, I don't do what I should do sometimes. He says, he's not telling us that he was a failed Christian. No. He was being so honest about the real struggle within a person, a disciple who is progressively being sanctified. And what is he telling us? He is telling us that we cannot, by mere observances of certain legal things, you cannot progress in sanctification. However great your desire is, however great your resolutions are, you cannot attain that by your own strength. But this realization makes you run to Christ. അതായത് ഈ ഒരു റിയലൈസേഷൻ, ഇത് അസാധ്യമാണെന്നുള്ള ആ തിരിച്ചറിവ് നമ്മളെ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ നമ്മളെ പ്രേരിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ? സാങ്ക്ടിഫിക്കേഷൻ ലോ, ദൈവത്തിൻ്റെ ലോയുടെ മുൻപാകെ ആ ലോ എൻ്റെ പാപങ്ങളെ റിവീൽ ചെയ്യുമ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ആ സെയിം ബ്രത്തിൽ പോൾ പറയുന്നത് എന്താ? അതിൻ്റെ ലാസ്റ്റ് വേഴ്സ് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓ,
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക്സ് ബി ടു ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. ഓക്കെ, ഹു ഈസ് ഡെലിവറിങ് us? The Lord is delivering us, and we run to Christ. We trust in Him alone. Just as we trusted Him for our salvation, for our justification, we again trust Him. Lord, there is the struggle within me. Sometimes this is so overwhelming. But I trust. As I already said, struggle and yielding, these are two different things. Struggle shows that you are a Christian. Okay? നമ്മളിൽ ഈ സ്ട്രഗിൾ ഉണ്ടെന്നുള്ളത് സത്യത്തെ സൂചിപ്പിക്കുന്നത് എന്നാണെന്നറിയാമോ? നമ്മളൊരു ദൈവവേദലാണെന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. പ്രീവിയസ്ലി വി വർ ഡെഡ് ഇൻ അവർ ട്രെസ്പാസസ് ആൻഡ് സിൻ. ദെർ വാസ് നോ ലൈഫ് ഇൻ us. We didn't love God's law, whereas now we love God's law. We love it. Don't you remember the psalmist who wrote Psalm number 119? Oh, how I love your law. ഇല്ലേ, ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തെ എത്ര പ്രിയപ്പെടുന്നു. 119 സങ്കീർത്തനം വായിച്ചു നോക്കിയേ. അതാ പോൾ പറയുന്ന, ഉള്ളം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ഞാൻ രസിക്കുക. പക്ഷെങ്കിൽ ഈ ഇൻഡ്വെല്ലിങ് സിന്ന് എന്നെ അങ്ങോട്ട് വലിക്കുക. ഉള്ളം കൊണ്ട് എനിക്ക് താല്പര്യമുണ്ട്. കാരണം എൻ്റെ മനസ്സ് അലൈവായി, എൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിലേക്ക് വന്നപ്പോൾ ജീവൻ വെച്ചു. ജീവൻ വെച്ചെങ്കിലും വലിയ ഫൈറ്റ് നടക്കുകയാണ്. ഇവിടെയാണ് സാങ്ക്ടിഫിക്കേഷൻ സംഭവിക്കേണ്ടത്. ഈ സാങ്ക്ടിഫിക്കേഷൻ സംഭവിക്കുന്നത് ക്രിസ്തുവിനാലും അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും മാത്രമേ പറ്റൂ. അല്ലാതെ എന്തെല്ലാം റൂള് പഠിപ്പിച്ചാലും എന്തൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാലും ഡിസിപ്ലിനൊക്കെ നല്ലത് തന്നെ ഡിസിപ്ലിൻ. പക്ഷേ ഡിസിപ്ലിനും കൊണ്ട് ഇൻറ്റേർണൽ സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടാകത്തില്ല. ആഭരണം എടുത്തില്ലെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, വെള്ളയുടുപ്പിട്ടെങ്കിൽ നല്ലത്, ക്ലീൻ ഷേവ് ചെയ്തെങ്കിൽ നല്ലത് തന്നെ, ഒക്കെ നല്ലത്. പക്ഷേ അതുകൊണ്ടൊന്നും സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടാകുകയില്ല. ആ സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടാകുകയില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദുഃഖത്തോടെ കാണുന്നത്. ലീഗലിസം പഠിപ്പിച്ചാൽ സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടാകയില്ല. ദൈവസഭ വചനത്തിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. ലീഗലിസം പഠിപ്പിച്ച ഗലാത്യ സഭ പോരിന് വിളിച്ചും അന്യോന്യം കടിക്കുകയും അന്യോന്യം തിന്നുകയും ചെയ്യുകയാണെന്ന് അപ്പോൾ പറയുന്നത്. തിന്നുക എന്നാണ് പറയുന്നത്. ഈസ് ഇറ്റ് നോട്ട് ഹാപ്പനിങ് നൗ എ ഡേയ്സ്? അയ്യോ, വെള്ളയുണ്ട്, താഴെയും വെള്ളയാ, മുകളിലും വെള്ളയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് സഹിക്കാവുന്നതിലപ്പുറം എങ്ങോട്ടാണ് പോകുന്നത്? ഇത് ലീഗലിസം അല്ല. ലീഗലിസം കൊണ്ട് പറ്റുകയില്ല. ആർക്കാ നേരം? എവിടാ ബൈബിൾ ക്ലാസ്? ഉണ്ടേ തന്നെ എത്ര എണ്ണം വരും? ഉപദേശി പറയും, വെച്ചാൽ ആരും വരികയില്ല. അതുകൊണ്ട് വെക്കുന്നില്ല. അപ്പം ഇതൊരു വിഷ്യസ് സർക്കിളാണ്. പിന്നെ ബൈബിൾ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ അധ്വാനിക്കണം. എവിടാ നേരം? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനത്തിങ്കിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ നമ്മൾ പോയി. ഒരു വലിയ റിഫോർമേഷൻ നമ്മുടെ ഇടയിൽ ഉണ്ടായേ പറ്റൂ.
നമ്മളിപ്പോൾ അവിടുത്തെ കാര്യമൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളെ തന്നെ ചിന്തിക്കുക, നമ്മളെ തന്നെ ചിന്തിക്കുക. അവിടുത്തെ കാര്യത്തെക്കുറിച്ചൊന്നും കൺസേൺഡ് ആയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ദൈവം എന്നെ അയക്കുന്ന ആ ഒരു സമൂഹം. അവിടെ എനിക്കിത് പറഞ്ഞേ പറ്റൂ. ഇതാ നമ്മൾ വായിക്കുന്നത്. ഇനി അതിൻ്റെ ആ ലോജിക്കൽ കൺക്ലൂഷനോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൂടെ ഒന്ന് വായിച്ച്. ചാപ്റ്റർ let us come to a logical conclusion. Chapter 8 verse 1 to 4. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് such a fresh breath, അല്ലേ? He just talked about, oh, how wretched man I am. Who shall deliver me from this decaying flesh, this body of death? Then he said, thanks be unto God who delivers us through Jesus Christ. Then he says, he exclaims, as though Paul is just, he's brimming with joy, that there is no condemnation. No condemnation. Why? Not because I observed certain legal things, but because God put me in Christ. അല്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, ദൈവം എന്നെ എന്ത് ചെയ്തു? ക്രിസ്തുയേശുവിൽ വെച്ചു. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പം എന്തില്ല? ശിക്ഷാവിധിയില്ല. ക്രിസ്തുയേശുവിൽ എന്നെ കൂടെ വെച്ചു. I am being included in Christ. Since Christ will not be condemned, I won't be condemned. അല്ലേ? Such a joyful exclamation. And there is no condemnation. Okay, please. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്. ശ്രദ്ധിക്കുക, നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, if you focus on that part of the Bible, in chapter 7 Paul focuses on the weakness of the law. What is the weakness? Law in and of itself is not weak. Okay? Because it is holy, it is good, it is righteous, it is spiritual. Because it is given by a righteous, holy God. In and of itself, it is not weak. But the problem is, I am weak because of sin. I cannot live up to the standard of God's law. So problem is with me. So what is the solution? Romans 8 focuses on the Holy Spirit. Okay? In the first 27 verses of Romans chapter 8, the Holy Spirit is mentioned at least 19 times. 19 times. And the law is powerless, Paul says. Why? Why it has become the law of sin and death? Because the law provokes me to sin. How? അത് പോൾ പറഞ്ഞു, ഇതെന്നെ പ്രൊവോക്ക് ചെയ്യുന്നു. എങ്ങനെയാണ് പ്രൊവോക്ക് ചെയ്യുന്നത്? മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറഞ്ഞില്ലെങ്കിൽ ഞാൻ മോഹത്തെ അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ കുറ്റമല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ ഒരു ഇലിസ്ട്രേഷൻ, വെറ്റ് പെയിൻറ്റ്, ഇത് ഡു നോട്ട് ടച്ച് എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടിരിക്കും. ഈ ബോംബെയിലൊക്കെ ഈ പാനീറ്റേഴ്സ് ഒത്തിരി പേരുണ്ടേ. അപ്പോൾ ഈ പബ്ലിക് ഹോസ്പിറ്റലിൻ്റെ ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോ മൂലയിലും തുപ്പി കളറാക്കി വെച്ചേക്കുക.
അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, യഹാം ഥുക്ന മനാഹേ താഴെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് കളറ് കയറി അങ്ങ്. ഇവിടെ തുപ്പരുത്. തുപ്പരുതെന്ന് എഴുതിയേക്കുന്നിടം തുപ്പി നശിപ്പിച്ചിട്ടേക്കുക. കാരണം അതിലെ പോകുന്ന ഒരുത്തിന് ഇത് കാണുന്നുടനെ ഡു നോട്ട് സ്പിറ്റ് ഹിയർ എന്ന് കാണുമ്പോൾ ഇല്ലെങ്കിലും ഒന്ന് തുപ്പാൻ അവനങ്ങ് തോന്നുക. നോക്കിയേ, ആ റിബല്യസ് നേച്ചർ. ഒരു പക്ഷെ അതില്ലായിരുന്നെങ്കിൽ അവനത് തുപ്പാതങ്ങ് പോയേനെ. അപ്പോൾ ഇപ്പം മുനിസിപ്പാലിറ്റിക്കാരിപ്പോൾ എന്നാ ചെയ്യുന്നതെന്നറിയോ? ഇപ്പം ഈ തുപ്പാനുള്ള സാധനം വെച്ച് സ്പിറ്റ് ഹിയർ എന്ന് എഴുതിയേക്കുക. കാരണം നെഗറ്റീവ്ലി ഡു നോട്ട് സ്പിറ്റ് ഹിയർ എന്ന് പറഞ്ഞപ്പം everyone has the tendency to spit there. Now they have changed spit here, placed a bin for spitting, and now it is somewhat controlled. See, this is what happens when, why, how come law, Paul says law of sin and death? Because, as he already said, if the law had not told me, do not covet, I would not have known what covetousness is. Okay? That's the meaning. And as a result of that, if I sin, I will die. So, in effect, God's law became for me law of sin and death. Okay? ഇവിടെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമായിട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണം തീർന്നത് ഇതുകൊണ്ടാണ്. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം പാപത്തിൻ്റെ മരണത്തിൻ്റെ ന്യായപ്രമാണമല്ല, അത് ജീവൻ്റെ പ്രമാണമാണ്, അത് വിശുദ്ധിയുടെ പ്രമാണവുമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും തീർന്നു. കാരണം ന്യായപ്രമാണം എന്നിലുള്ള റിബലിനെ, കാരണം ഞാൻ അൺസേവ്ഡ് ആയതുകൊണ്ട് എന്നിലുള്ള റിബലിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തോ പറ്റി? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പോൾ എനിക്കെന്തോ തീർന്നു? ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. ജീവൻ്റെ പ്രമാണം ആകേണ്ടിയിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ ഇത് എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമായിരിക്കുന്നു. പക്ഷെങ്കിൽ യേശു കർത്താവ് വന്നപ്പം എന്തോ സംഭവിച്ചു? എനിക്ക് ഈ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതേത് പ്രമാണമാണെന്നറിയാമോ? ആത്മാവിൻ്റെ പ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. നോക്കിയേ, സോ the Spirit is powerful because He lives in me. The law is powerless because of our flesh, which is എൻ്റെ ജഡം നിമിത്തം ലോ പവർലെസ്സാണ് എന്നെ വിശുദ്ധീകരിക്കാൻ. കാരണം ഈ ജഡത്തിന് എപ്പോഴും താല്പര്യം ന്യായപ്രമാണത്തിനെതിരെ പോകാനാണ്. അപ്പോൾ അതുകൊണ്ട് ന്യായപ്രമാണം പവർലെസ്സാണ്, എന്നെ ശുദ്ധീകരിക്കാൻ പറ്റുകയില്ല. പക്ഷെങ്കിൽ ആത്മാവ് പവർഫുള്ളാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് എന്നിൽ വസിച്ചുകൊണ്ട് ആ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് വലിയ ലിബറേഷൻ തന്നു. സോ വെൻ ക്രൈസ്റ്റ് കെയിം, ഐ ബീൻ ഡെലിവേർഡ് ഫ്രം കണ്ടംനേഷൻ. And now there is a liberation, free. സ്ട്രഗിൾ ഉണ്ട് എനിക്ക്, പക്ഷേ ഞാൻ ലിബർട്ടിയിലാണ് ജീവിക്കുന്നത്, സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. കാരണം എന്താ? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യം, അത് ഞാൻ അടുത്ത ആഴ്ച വിശദീകരിക്കാം, അല്പം ഒന്ന് വിശദീകരിക്കേണ്ടതാണ് അത്. പക്ഷേ ഇത്രയും മനസ്സിലാക്കുക, ദൈവം തൻ്റെ പുത്രനെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞേനെ. പക്ഷെ എൻ്റെ കുഴപ്പം കൊണ്ട് ന്യായപ്രമാണത്തിന് എനിക്ക് ജീവൻ തരാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും
എന്ന് പറഞ്ഞാൽ കർത്താവ് പാപജഡത്തിലല്ല വന്നേ, പക്ഷേ ജഡത്തിൽ വന്നു. യേശു ജഡത്തിൽ വെളിപ്പെട്ടു, പക്ഷേ പാപജഡത്തിലല്ല. എന്നിട്ട് പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ക്രിസ്തുവിൻ്റെ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. അടുത്തത് ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. അപ്പോൾ ക്രിസ്തു ക്രൂശി മരിച്ചത്, കേൾക്കണേ, ക്രിസ്തു ക്രൂശി മരിച്ചത് എനിക്ക് നീതീകരണം വരാൻ മാത്രമല്ല. വേഴ്സ് 4. So Christ died on the cross not only just to deliver me from hell, but to transform me into the likeness of Christ. അല്ലേ? അപ്പോൾ എന്നെ നരകത്തിൽ നിന്ന് എങ്ങനെയും രക്ഷിക്കാനല്ല ക്രിസ്തു അതാ ബേസിക്. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാക്കേണ്ടതിന് തന്നെ. ഇപ്പൊ മനസ്സിലായോ? 10 കൽപ്പന, ആ മോറൽ ലോ. ഈ മോറൽ ലോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഇപ്പം ആ മോറൽ ലോയുടെ നീതി എന്നിൽ നിവർത്തിയാകുക എങ്ങനാ? as I obey God's Holy Spirit. He leads me into that path. He energizes me. He empowers me, which I was utterly incapable of doing. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, കാരണം എൻ്റെ ജഡത്തിൽ ഒരു നന്മ എന്ത് ചെയ്യുന്നില്ല, വസിക്കുന്നില്ല. എൻ്റെ ജഡ എപ്പോഴും എന്നെ ഈ ലോകത്തിൻ്റെ ഇതിലോട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെങ്കിൽ ജഡത്തിൽ കർത്താവിൻ്റെ ആ ശരീരത്തിൽ ശിക്ഷ വിധിച്ച് എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. എനിക്കിപ്പോൾ ശിക്ഷാവിധിയില്ല. പക്ഷെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ വരികയാണ്. ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന എന്നിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. Let's see one more verse. ഓക്കെ, അതായത് 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. 13-ാം അധ്യായമാണോ? ലവ് ഈസ് ദ ഫുൾഫിൽമെൻറ്റ്. 10 താങ്ക് യു. ലവ് ഈസ് ദ ഫുൾഫിൽമെൻറ്റ് അല്ലേ? ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. ഇപ്പോൾ എന്തോ സംഭവിക്കുക? ന്യായപ്രമാണം നിവൃത്തിയാകുക എന്നിൽ. എങ്ങനെ? സ്നേഹം. എങ്ങനെയാ നടക്കുന്നേ? ലീഗലിസത്തിൽ കൂടി നടക്കുമോ? നടക്കുകയല്ല. മീശ പഠിച്ചുകൊണ്ട് നടക്കുകയില്ല, വെള്ളയിട്ടതുകൊണ്ട് നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവെന്നിൽ വന്നിട്ട് എന്നെ സകല സത്യത്തിൽ നടത്താൻ തുടങ്ങുമ്പോൾ ഞാൻ പറയുക, ആത്മാവേ ലീഡ് മീ പ്ലീസ്. ഓക്കെ, ഇതാണ് ക്രിസ്തീയ ജീവിതം. സ്ട്രഗിൾ ഈസ് ദർ. ദിസ് ഈസ് വാട്ട് Christian life is all about. That we know that there is an inner struggle. And we know for sure no amount of my own trying harder will do the work. Rather, I simply run to Christ. I simply lean on to Him. I simply ask God the Holy Spirit to fill me, guide me, lead me. And then I am progressively being sanctified. And I am progressively being conformed to the image of Christ deep down within me. Then I am able to forgive from the heart. I am able to consider my brother higher than me. I am able to wash the feet of the saints. I
I'm able to stoop down to do the menial job. Not because somebody is supervising over me, but because of Christ. See, you grow progressively. A life of victory, a life of joy, a life of freedom. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സൗരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം.